നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അറിയണമെങ്കിൽ ഇന്ത്യയെ നോക്കി പഠിക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്ന പ്രക്രിയയാണ് ജനാധിപത്യം. എന്നാൽ നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ ശക്തി ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ടു തേടി പൊതുജനങ്ങളുടെ മുന്നിൽ വന്നു നിന്ന എന്ത് കോപ്രായം കാണിക്കാനും മടിയില്ലാത്തവരാണ് നമ്മുടെ നേതാക്കൾ. എന്നാൽ ജയിച്ചു കഴിഞ്ഞാലോ ഒരു ദൈവീക പരിവേഷമാണ് അവർക്ക്. മുടക്കുമുതലില്ലാത്ത കച്ചവടമായ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതു തന്നെ അധികാരത്തിനും പണത്തിനും വേണ്ടിയാണ്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും പിന്നെയും നമ്മൾ പൊതുജനങ്ങൾ നേതാക്കളെ കാണുമ്പോൾ മുണ്ടിൻ്റെ മടിക്കുത്തഴിച്ചിട്ട് ഏറാൻ മൂളി നിൽക്കുന്നു. ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. ഇത് ഇന്നലെ രാത്രി ബാലരാമപുരത്തു നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നടത്തിയ റോഡ് ഷോയാണ്. ബാലരാമപുരത്തു നിന്ന് നെയ്യാറ്റിൻകര വരെ എത്താൻ അങ്ങേയറ്റം വേണ്ടത് 15 മിനിറ്റ്. എന്നാൽ ഈ റോഡ് ഷോ കാരണം ഇന്നലെ ബാലരാമപുരത്തു നിന്ന് നെയ്യാറ്റിൻകര വരെ എത്താൻ എടുത്തത് 1.5 മണിക്കൂറാണ്. പെരുമഴയത്ത് ജനങ്ങൾ നട്ടം തിരിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കാരണമുണ്ടായ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട ബസ് പിടിക്കാൻ മഴയത്ത് കൂടി ഓടുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടത്. പെരുമഴയത്ത് നെയ്യാറ്റിൻകര എത്തിയതിനു ശേഷം അവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് പോകേണ്ട നിരവധി പേർ ഇന്നലെ നട്ടം തിരിഞ്ഞു. എന്തിനാണ് നമ്മൾ ഈ പൊറാട്ടു നാടകങ്ങളൊക്കെ ഇനിയും സഹിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അമാനുഷിക പരിവേഷമുള്ളവരാണ്. വോട്ട് തെണ്ടി നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തും പിന്നാമ്പുറത്തും എത്തുന്ന നേതാവിന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വോട്ട് കുത്തി ജയിപ്പിക്കുന്ന നമ്മൾ സാധാരണക്കാർ അയിത്തമാണ്. അവരുടെ 7 അടി ദൂരെ മാത്രമേ സാധാരണക്കാരന് നിൽക്കാൻ കഴിയൂ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു കൂരയ്ക്ക് വേണ്ടി 4 ലക്ഷം രൂപയ്ക്കായി സാധാരണക്കാരൻ സർക്കാർ ഓഫീസുകളുടെ തിണ്ണ പലവട്ടം നിരങ്ങുമ്പോൾ നേതാവിന് ഔദ്യോഗിക വസതി, 4 തൂണിൻ്റെ മുകളിൽ 2 അലൂമിനിയം ഷീറ്റിട്ട 8 ലക്ഷം രൂപയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സാധാരണക്കാരൻ മഴയും വെയിലും കൊണ്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ നേതാവിന് ആഡംബര ഔദ്യോഗിക വാഹനം. സാധാരണക്കാരൻ ചികിത്സ കിട്ടാതെ മരിക്കുന്ന നാട്ടിൽ നേതാവിനും കുടുംബാംഗങ്ങൾക്കും VIP ചികിത്സയും വിദേശ ചികിത്സയും. മാസം മുഴുവൻ ജോലി ചെയ്യുന്ന KSRTC ജീവനക്കാർ ശമ്പളം കിട്ടാതെ ജീവനൊടുക്കുമ്പോൾ നേതാക്കൾക്ക് 6 ശമ്പളം. പിന്നെ ആജീവനാന്ത പെൻഷൻ നേതാവിനും പങ്കാളിക്കും. വിദേശയാത്രകൾ എണ്ണിയാൽ ഒടുങ്ങുന്നില്ല. ഇവിടുത്തെ പാവപ്പെട്ടവനെ പിഴിഞ്ഞു തിന്നുന്നതിനുള്ള കാരണങ്ങൾ. ഇതൊക്കെ ആരോട് പറയാൻ?
പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാൻ? അടിമത്തം ബാധിച്ച ജനങ്ങളുള്ളിടത്തോളം ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ.